ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിന്റെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളടുത്ത് സംസാരിക്കുകയാണ്. എന്നെ 95 ദിവസമായി എല്ലാം പോയിട്ട് എന്റെ പൊന്നുമോനെ നീതി കിട്ടിയില്ല. കിട്ടിയേ പറ്റൂ. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാനും അവന്റെ അച്ഛനും അവന്റെ കൂടെ പോകും. എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. എന്റെ പൊന്നുമോനെ നീതി കിട്ടണോ? എന്റെ മോനെ ഞാൻ പഠിക്കാനാണ് വിട്ടത്. എന്നെ കൊല്ലാനല്ല എന്റെ മോനെ വിട്ട. കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട അതിന്റെ അന്വേഷണം ആത്മഹത്യ അല്ല, മനുഷ്യനിർമ്മിതമായ ഒരു കൊലപാതകമെന്നാണ് ബന്ധുക്കൾ വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭം നടത്തി. അതിന്മേലൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായി. അതിന്റെ ചെയർമാൻ ശ്രീ സണ്ണി കവിക്കാടും അതുപോലെ തന്നെ ശ്രീ കെ സുരേഷുമാണ്. അവരോടൊപ്പം ഇന്ന് നിതിൻ രാജിന്റെ മാതാപിതാക്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണുവാൻ സെക്രട്ടറിയിലെത്തി. മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു. ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അടിയന്തരമായി ചെന്നൈയിൽ പോയതുകൊണ്ട് അദ്ദേഹം 20-ാം തീയതി നിതിൻ രാജിന്റെ മാതാപിതാക്കളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് അവർക്ക് നീതി ലഭിക്കണം. അതായത് ഈ അഞ്ചരക്കണ്ടിയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അതിന്റെ 1-ാം പ്രതി റാമിന് സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, കീഴടങ്ങിയിട്ടുമില്ല. അപ്പോൾ അവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് കുടുംബത്തിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെയും കാണാൻ എത്തിച്ചേർന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി വളരെ അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. അവരുടെ നിവേദനത്തിന് പരിഹാരമുണ്ടാകും, നീതി ലഭ്യമാക്കും. ഇന്ന് ആഭ്യന്തരമന്ത്രി വൈകുന്നേരം ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തൊക്കെയാണ് ഇനി അനന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്യും. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്യുമെന്ന് ഇന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്.